അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്ന H-1B വിസയെക്കുറിച്ച് വെസ്റ്റ് വിർജീനിയയിൽ നിന്നുള്ള US കോൺഗ്രസ് അംഗം റിലേ മൂർ തന്റെ അഭിപ്രായം വ്യക്തമാക്കിയതാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത്. ദി ബിൽ കെയ്ൻ ഷോ എന്ന പരിപാടിയിൽ അതിഥിയായി എത്തിയ അദ്ദേഹം ലോകമെമ്പാടുമുള്ള വിദഗ്ധരായ തൊഴിലാളികളെ അമേരിക്കയിലേക്ക് കൊണ്ടുവരുന്ന പ്രത്യേക തൊഴിൽ വിഭാഗത്തിലുള്ള വിസകൾക്കെതിരെ സംസാരിക്കുകയായിരുന്നു. റിപ്പബ്ലിക്കൻ കോൺഗ്രസ് അംഗം പറയുന്നത് H-1B വിസ ഒരു ദുരന്തമാണ് എന്നാണ്. നമ്മൾ അനധികൃത കുടിയേറ്റക്കാരെ നിയന്ത്രിക്കുക മാത്രമല്ല, നിയമപരമായ കുടിയേറ്റത്തെയും നിയന്ത്രിക്കേണ്ടതുണ്ട്. അദ്ദേഹം തന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ കുറിച്ചത് അങ്ങനെയാണ്. തന്റെ ഫോക്സ് ന്യൂസ് അഭിമുഖത്തിന്റെ വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. H-1B വിസ പ്രോഗ്രാമിനെ ഒരു ദുരന്തമെന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം ഈ വിസകൾ കാരണം ശമ്പളം കുറയുന്നു എന്നും അതുവഴി അമേരിക്കൻ തൊഴിലാളികൾക്ക് പകരം വിദേശികളെ കൊണ്ടുവരുന്നു എന്നും കുറ്റപ്പെടുത്തി. ഈ വിസ പ്രോഗ്രാം കാരണം അമേരിക്കൻ കോളേജ് ബിരുദധാരികൾക്ക് തൊഴിൽ സാധ്യതകൾ കുറയുന്നുവെന്നും അദ്ദേഹം പറയുന്നു. മൂറിനെ H-1B വിസയിലോടുള്ള അതൃപ്തി വളരെ വലുതായിരുന്നു. ഇത് ബ്ലൂ കോളർ ജോലി മാത്രമല്ല, വൈറ്റ് കോളർ ജോലികളെയും H-1B വിസകൾ ബാധിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം ഫോക്സ് ന്യൂസ് അവതാരകനോട് പറഞ്ഞു. നമ്മൾ നമ്മുടെ കുട്ടികളെ കോളേജിലേക്ക് അയക്കുന്നു, അക്കൗണ്ടന്റ് ആകാൻ അല്ലെങ്കിൽ സാമ്പത്തിക രംഗത്ത് പ്രധാനപ്പെട്ട മറ്റ് ജോലികൾ ചെയ്യാൻ. എന്നിട്ട് കമ്പനികൾ H-1B വിസകൾക്ക് അപേക്ഷിക്കുകയും ഇന്ത്യയിൽ നിന്ന് ഒരാളെ കൊണ്ടുവരികയും ചെയ്യുന്നു. നിയമപരമായി നടക്കുന്നതാണെങ്കിലും ഈ വിസ വിഭാഗം അമേരിക്കൻ തൊഴിലാളികളെ വലിയ തോതിൽ ബാധിക്കുന്നു എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. അമേരിക്കൻ തൊഴിലാളികൾ H-1B വിസയുടെ സ്വാധീനത്തെക്കുറിച്ചുള്ള മൂറിന്റെ കാഴ്ചപ്പാട് മറ്റ് പല US പ്രതിനിധികളുടെയും അഭിപ്രായങ്ങളുമായി യോജിക്കുന്നുണ്ട്. മിസോറിയിൽ നിന്നുള്ള സെനറ്റർ എറിക് ഷ്മിറ്റും ഇതേ അഭിപ്രായം പങ്കുവെക്കുന്നുണ്ട്. സെപ്റ്റംബർ ആദ്യവാരം വാഷിംഗ്ടൺ DC-യിൽ നടന്ന നാഷണൽ കൺസർവേറ്റീവ് കോൺഫറൻസിൽ വെച്ച് രാജ്യം ആർക്ക് വേണ്ടിയുള്ളതാണ് എന്ന് അദ്ദേഹം ചോദിച്ചു. അമേരിക്കയെ മത്സരശേഷിയുള്ളതാക്കാൻ വേണ്ടിയാണ് ഈ വിസ കൊണ്ടുവന്നതെന്നും എന്നാൽ ഇപ്പോൾ അത് ലക്ഷക്കണക്കിന് വിദേശികളെ അമേരിക്കൻ തൊഴിലാളികൾക്ക് പകരമായി കൊണ്ടുവരികയും മുഴുവൻ വ്യവസായങ്ങളെയും വിദേശ ലോബികളുടെ കൈകളിലേക്ക് മാറ്റുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അതുപോലെ ഫ്ലോറിഡ ഗവർണർ റോൺ ഡിസാന്റിസും ഈ വിസയെ പലതവണ വിമർശിച്ചിട്ടുണ്ട്. ബ്ലൈൻഡ് നടത്തിയ ഒരു സർവേ അനുസരിച്ച് 56% അമേരിക്കൻ പൗരന്മാർ H-1B വിസയുള്ളവർ തങ്ങളുടെ ജോലികൾ മോഷ്ടിക്കുകയാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. മൈക്രോസോഫ്റ്റിലെ ഒരു ജീവനക്കാരൻ ഈ പ്ലാറ്റ്ഫോമിൽ പേര് വെളിപ്പെടുത്താതെ H-1B വിസയെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: H-1B മറ്റ് വിസ പ്രോഗ്രാമുകൾ നിയന്ത്രണം വിട്ടുപോയിരിക്കുന്നു. അമേരിക്കയുടെ ഏറ്റവും നല്ല ജോലികൾ വിദേശികൾക്ക് നൽകാനുള്ള ഒരു മാർഗമായി ഇത് മാറിയിരിക്കുന്നു. ഇപ്പോൾ അമേരിക്കയിൽ ധാരാളം സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ബിരുദധാരികൾ ഉള്ളതുകൊണ്ട് ഈ പ്രോഗ്രാമുകൾ ഗണ്യമായി കുറക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിന്റെ ഫലമായി US സർക്കാർ ഇതിനോടകം തന്നെ H-1B വിസകളെ കാര്യമായി ബാധിക്കാൻ സാധ്യതയുള്ള നിരവധി നടപടികളും നിർദ്ദേശങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ ഒരു പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചത് പുതിയ H-1B അപേക്ഷകർക്ക് അധികമായി $1 ലക്ഷം ഫീസ് ഏർപ്പെടുത്തുന്നതാണ്. കൂടാതെ US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലേബർ 2025 സെപ്റ്റംബർ 19 പ്രൊജക്ട് ഫയർവാൾ ആരംഭിച്ചതായി പ്രഖ്യാപിച്ചിരുന്നു. ഔദ്യോഗിക US സർക്കാർ വെബ്സൈറ്റ് അനുസരിച്ച് ഇത് തൊഴിലുടമകൾ ജോലിക്കാരെ നിയമിക്കുമ്പോൾ യോഗ്യരായ അമേരിക്കക്കാർക്ക് മുൻഗണന നൽകുന്നുവെന്ന് ഉറപ്പാക്കുകയും H-1B വിസ പ്രക്രിയ ദുരുപയോഗം ചെയ്യുന്ന തൊഴിലുടമകളെ ഉത്തരവാദികളാക്കുകയും ചെയ്യുന്നതിലൂടെ വിദഗ്ധരായ അമേരിക്കൻ തൊഴിലാളികളുടെ അവകാശങ്ങൾ, വേതനം, തൊഴിലവസരങ്ങൾ എന്നിവ സംരക്ഷിക്കുന്ന ഒരു H-1B എൻഫോഴ്സ്മെന്റ് സംരംഭവുമാണ്. ഈ നടപടികൾ അമേരിക്കൻ തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകാനും വിദേശ തൊഴിലാളികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും ലക്ഷ്യമിടുന്നുണ്ട്. H-1B വിസ പ്രോഗ്രാം അമേരിക്കൻ സമ്പദ്വ്യവസ്ഥയ്ക്കും തൊഴിലാളികൾക്കും ഗുണകരമാണോ അതോ ദോഷകരമാണോ എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ അമേരിക്കയിൽ തുടരുകയാണ്. പല രാഷ്ട്രീയ നേതാക്കളും സാധാരണക്കാരും ഈ വിഷയത്തിൽ ശക്തമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. വിദേശ വിദഗ്ധരെ കൊണ്ടുവരുന്നത് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണെന്ന് ചിലർ വാദിക്കുമ്പോൾ അത് തദ്ദേശീയരായ തൊഴിലാളികളുടെ അവസരങ്ങൾ ഇല്ലാതാക്കുന്നു എന്ന് മറ്റുള്ളവർ പറയുന്നു. ഈ വിഷയത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾ അമേരിക്കൻ തൊഴിൽ വിപണിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു.